السلام عليكم. كيف حالكم؟ الحمد لله. مرحبا أهلا وسهلا إلى قناتي الهادية. എല്ലാ കൂട്ടുകാർക്കും ഹാദിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, അതുപോലെ മുമ്പ് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ലൈക്സും കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. രണ്ടാമത്തെ യൂണിറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 25ാമത്തെ പേജിലോട്ട് നോക്കൂ. അൽ വഹദത്തു സാനിയ, യൂണിറ്റ് 2. വഹദാന യൂണിറ്റ്, സാനിയ രണ്ടാമത്തെ യൂണിറ്റ്. ഖത്രത്തുൽ ഹയാത്ത്, നമ്മുടെ യൂണിറ്റിൻ്റെ പേരാണ് ഖത്രത്തുൽ ഹയാത്ത്, ഡ്രോപ്പ് ഓഫ് ലൈഫ്. ഖത്ര പറഞ്ഞാൽ തുള്ളി അല്ലേ, തുള്ളി, വെള്ളത്തുള്ളിക്കാണ് ഖത്രത്ത് എന്ന് പറയാം. ഖത്രത്തുൽ ഹയാത്ത് പറഞ്ഞാൽ ജീവൻ്റെ തുള്ളി, ഹയാത്ത് പറഞ്ഞാൽ ജീവന്. അപ്പോൾ ജീവൻ്റെ തുള്ളി എന്ന് വെച്ചാൽ ഡ്രോപ്പ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേരാണ് ഖത്രത്തുൽ ഹയാത്ത്, ഡ്രോപ്പ് ഓഫ് ലൈഫ്. അതിൽ 3 ചാപ്റ്ററാണ് നമ്മുടെ ഈ യൂണിറ്റിലുള്ളത്. അതിലൊന്ന് ഖിസ്സ മുമയ്യിസ, രണ്ടാമത്തെ മല്ലൂമ, മൂന്നാമത്തെ തംസീലിയ. ഒരു ഫസ്റ്റത്തെ ചാപ്റ്റർ ഒരു ഖിസ്സയാണ്, ഒരു ചെറിയൊരു ഹിക്കായ പോലെ. പിന്നെ രണ്ടാമത്തേത് മൻലൂമ, ഒരു കവിതയാണ്. മൂന്നാമത്തേത് തംസീലിയ, ഒരു ഡ്രാമയാണ്, ഒരു ചെറു നാടകമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ പേരൊക്കെ എന്താ. ഒന്നാമത്തെ ചാപ്റ്റർ നുജൂമുൻ സർക്കാവുൻ തത്ലാവു. നുജൂമുൻ സർക്കാവുൻ തത്ലാവു. നുജൂമുൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാർസ് അല്ലേ, എന്താണ്, നക്ഷത്രങ്ങൾ. സർക്കാവുൻ പറഞ്ഞാൽ ബ്ലൂ കളറിനാണ് സർക്ക എന്ന് പറയാ. തത്ലാവു ഉദിക്കുന്ന എന്ന് വെച്ചാൽ എന്താ, ബ്ലൂ സ്റ്റാർസ് ആർ റൈസിങ്. നുജൂമുൻ സർക്കാവുൻ തത്ലാവു, എന്താ, ബ്ലൂ സ്റ്റാർസ് ആർ റൈസിങ് എന്ന് പറഞ്ഞാൽ നീല നക്ഷത്രങ്ങൾ ഉദിക്കുന്നു എന്നാണ് നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ തലവുസുൽ ബിയ, അതൊരു മൻലൂമയാണ്, കവിതയാണ്. തലവുസ് പറഞ്ഞാൽ മലിനീകരണം, ബിയ പരിസ്ഥിതി മലിനീകരണം, ബിയ എന്ന് പറഞ്ഞാൽ നാച്ചർ പരിസ്ഥിതി. അപ്പം എന്താ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയാം അല്ലേ. തലവുസ് പൊല്യൂഷൻ എന്ന് പറയാം, ബിയ എൻവിറോൺമെന്റൽ. അപ്പോൾ എന്താണ്, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, തലവുസുൽ ബിയ പരിസ്ഥിതി മലിനീകരണം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കിയാലോ, ഖത്തറാത്തുൻ തൽമാവും, അതൊരു തംസീലിയാണ്, ഡ്രാമയാണ്. ഖത്തറാത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ നോക്കി ഖത്തറത്ത് പറഞ്ഞാൽ ഡ്രോപ്പിലെ തുള്ളികൾ. ഖത്തറാത്തുൻ തെൽമാവും, തുള്ളികൾ തിളങ്ങുന്നു അല്ലേ. തെൽമൗ ലമാ, തെൽമൗ പറഞ്ഞാൽ തിളങ്ങുന്നു. എന്താണ്, തുള്ളികൾ തിളങ്ങുന്നു എന്ന് വെച്ചാൽ ഡ്രോപ്പ് സ്പാർക്കിൾ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൽ ഏകദേശം എന്താണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തായിരിക്കും, നമ്മുടെ ഒരു പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചും നമ്മളെ വെള്ളത്തിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലേ, ഖത്രാത്തുകൾ അങ്ങനെയൊക്കെ വെച്ച് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും നമ്മുടെ ഈ യൂണിറ്റിൽ എന്തായിരിക്കുമെന്ന്. അപ്പോൾ 26ാമത്തെ പേജിലോട്ട് നോക്കും. നുലാഹിലു വനുനാക്കിഷു, നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, വനുനാക്കിഷു നമുക്ക് ചർച്ച ചെയ്യാം. താഴെ എന്താണ്, ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. എന്താണ് കാണുന്നത്, ഒരു മരം കാണുന്നുണ്ട്, പിന്നെ ഒരു ഭൂമി കാണുന്നുണ്ട്, നമ്മളുടെ കൈവെള്ളയിലൊരു ഭൂമി, അതുപോലെ ഒരു ടാപ്പ്, ഒരു പൈപ്പിൽ വെള്ളം, അങ്ങനെ ഒരു പിക്ചർ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നാണ് മെയിൻ ഉദ്ദേശം അല്ലേ. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ്, നമ്മുടെ കൈവെള്ളയിൽ നല്ല രീതിയിൽ സംരക്ഷിക്കുക, നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുക എന്നാണ് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാകുന്നത്. ഭൂമിയെ സംരക്ഷിക്കുക എങ്ങനെ, നമ്മുടെ വെള്ളം വായു എല്ലാം നമ്മൾ സംരക്ഷിക്കുക.
അതാണ് നമ്മുടെ ഈ പിക്ചറിൽ നിന്നും ഏകദേശം മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ഭാവനയിൽ പലതും ഉദിച്ചിട്ടുണ്ടാവും ല്ലേ എന്തൊക്കെയാണെന്ന്. അപ്പൊ ഈ ടാപ്പിന് എന്താ പറയാ, അറബിയിൽ എന്താ പറയാ? സമ്പൂറൻ എന്ന് പറയും ട്ടോ. ഫോസറ്റ് അതേപോലെ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ വെള്ളം സംരക്ഷിക്കാന്ന് എങ്ങനെ പറയാ? ഹിഫാദുൽ മാ എന്ന് പറയാ ല്ലേ. പിന്നെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് എന്തിലോട്ടാ ഉദ്ദേശിക്കുന്നത്? തുഷീറു ഇലൽ ഹയാത്തി, ജീവിതത്തിലേക്ക് തന്നെയാണല്ലേ ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ജീവൻ നിലനിർത്തണമെങ്കിൽ വെള്ളം വേണം, നല്ല ശുദ്ധമായ പ്രകൃതി, എൻവിറോൺമെന്റ് ഒക്കെ വേണം അല്ലേ. അപ്പൊ നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തുഷീറു ഇലൽ ഹയാത്ത്. പിന്നെ എന്താണ്, നമ്മുടെ ഭൂമിയിൽ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂലല്ലോ. വെള്ളമില്ലെങ്കിൽ ഭൂമി ഇല്ല അല്ലെ. അപ്പൊ എന്ത് പറയാം? ലൈസൽ അർളു ബിദൂനൽ മാ എന്ന് പറയാം അല്ലെ. പിന്നെ വലാ ഹയാത്ത് അല്ലെ, ജീവിതവുമില്ല. ഭൂമിയില്ല, ജീവിതം ഉണ്ടാവില്ല വെള്ളം ഇല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളെ മേലിൽ എന്ത് അലൈന യഹ്ഫുൽ മാ, വെള്ളം സംരക്ഷിക്കുക. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. വെള്ളമൊക്കെ പായായി പോകുന്ന കാണുമ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കുക. നമ്മുടെ ഭൂമിയെ നമ്മൾ തന്നെ രക്ഷിക്കണം. അപ്പൊ അലൈന യുഹാഫിൽ മാ അല്ലേ. അപ്പൊ ഇതാണ് ഈ ഒരു പിക്ചറിൽ നിന്നും ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുക. പിന്നെ എല്ലാവരും ഭാവനയിൽ പലതും കണ്ടെത്താം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിക്കാം. ഇനി നമ്മൾ ചാപ്റ്ററിലോട്ടൊന്ന് കടന്നാലോ? 27ാമത്തെ പേജിലോട്ടൊന്ന് നോക്കൂ. നുജൂമുൻ സർക്കാവും തത്ലാവും. എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ബ്ലൂ സ്റ്റാർസ് ആർ റൈസിങ് അല്ലെ. നുജൂമുൻ സർക്കാവും, നീല നക്ഷത്രങ്ങൾ ഉദിക്കുന്നു. തത്ലാവ് പറഞ്ഞാൽ ഉദിക്കുക, സർക്കാവ് നീല, ബ്ലൂ. നുജൂമുൻ നക്ഷത്രങ്ങൾ, നജുമുൻ ജമ്മ് നുജൂമുൻ. അപ്പൊ എന്താ? ബ്ലൂ സ്റ്റാർസ് ആർ റൈസിങ്. കാന അഹ്ലു തിൽക്കൽ ഖറിയത്തി യുആനൂന മിൻ ഖില്ലത്തിൽ മായി. കാന അഹ്ലു തിൽക്കൽ ഖറിയത്തി, ആ ഗ്രാമത്തിലെ ആളുകൾ ആയിരുന്നു. കാന അഹ്ലു തിൽക്കൽ ഖറിയത്തി, ദ പീപ്പിൾ ഓഫ് ദാറ്റ് വില്ലേജ്. ഖറിയ വില്ലേജ്, അഹ്ലു പറഞ്ഞ പീപ്പിൾ. ദ പീപ്പിൾ ഓഫ് ദാറ്റ് വില്ലേജ്, ആ ഗ്രാമത്തിലെ ആളുകളായിരുന്നു. യുആനൂന, അവര് നേരിട്ടിരുന്നു. യുആനൂന പറഞ്ഞാൽ സഫറിങ്, ദേ ആർ സഫറിങ്, അവര് നേരിട്ടിരുന്നു. മിൻ കില്ലത്തിൽ മായി, വെള്ളത്തിന്റെ കുറവ് അവര് നേരിട്ടിരുന്നു. കില്ലത്ത് പറഞ്ഞാൽ ലാക്ക് ഓഫ് വെള്ളത്തിന്റെ, ലാക്ക് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ കുറവ് അവര് നേരിട്ടിരുന്നു. എന്താണ്? ദേ ആർ സഫറിങ് ലാക്ക് ഓഫ് വാട്ടർ അല്ലെ. ദ പീപ്പിൾ ഓഫ് ദാറ്റ് വില്ലേജ് were suffering from lack of water. ഫജതമ ബഅ്ദുൽ ഔലാദിൽ ഖറിയ ഫീ ബൈത്തി മുഅല്ലിമിഹി. ഫജതമ, അങ്ങനെ അവര് ഗാഥയുടെ ഫജതമ, അവര് ഒരുമിച്ച് കൂടി. ബഅ്ദുൽ ഔലാദി, കുറച്ച് ചില കുട്ടികൾ ഒരുമിച്ച് കൂടി. അൽ ഖറിയത്തി, ആ ഗ്രാമത്തിലുള്ള, വില്ലേജിലുള്ള കുറച്ച് കുട്ടികൾ അവര് ഒരുമിച്ച് കൂടി. ഫി ബൈത്തി മുഅല്ലിമിഹിം, അവരുടെ അധ്യാപകന്റെ വീട്ടില് ഒരുമിച്ച് കൂടുകയാണ്. സം വില്ലേജ് ചിൽഡ്രൻസ് ഗാദേർഡ് ഇൻ എ ടീച്ചേഴ്സ് ഹൗസ്. ഖററു, അങ്ങനെ അവര് തീരുമാനിക്കുകയാണ്. ഖററു പറഞ്ഞാല് അസമു, അവര് തീരുമാനിച്ചു. തഷ്കീല ഫിർഖത്തിൽ ഹിഫാലി അലൽ മിയാഹി. തഷ്കീല പറഞ്ഞാല് രൂപീകരിക്കാൻ, അവര് ടു ഫോം, രൂപീകരിക്കാൻ. ഫിർഖത്ത് പറഞ്ഞാല് ഒരു ടീം, ഒരു സംഘടന, ഒരു ടീമിനെ അവര് രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഖററു പറഞ്ഞാല് അസമു, അവര് തീരുമാനിച്ചു. ഫിർഖത്ത ലിൽ ഹിഫാലി അലൽ മിയാഹി, സേവ് ദി വാട്ടർ, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ലിൽ ഹിഫാലി പറഞ്ഞാല് സംരക്ഷിക്കാൻ, അലൽ മിയാ വെള്ളം. അവര് അങ്ങനെ ആൻഡ് ഡിസൈഡഡ് ടു ഫോം എ വാട്ടർ കൺസർവേഷൻ ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ രൂപീകരിക്കാൻ അവര് തീരുമാനിക്കുകയാണ്. അപ്പൊ സമ്മോ അന്നാദി, അങ്ങനെ സമ്മോ ദേ കോൾഡ്, സമ്മോ പറഞ്ഞാൽ അവർ ആ ടീമിന്, ആ ഫിർക്കത്തിനെ അവര് പേര് വിളിച്ചു. അന്നാദി, ക്ലബ്ബ്. ആ നാദി പറഞ്ഞ
ആ സംഘടന, ആ ക്ലബിനെ, നാദി പറഞ്ഞാൽ ക്ലബ് കേട്ടോ, നുജൂമുൻ സർക്കാവും, നുജൂമുൻ സർക്കാവും എന്നാണ്, എന്ന് വെച്ചാൽ നീല നക്ഷത്രങ്ങൾ, ബ്ലൂ സ്റ്റാർസ്. അങ്ങനെ അവരെ ആ ഒരു ക്ലബിനെ അവരൊരു പേര് വിളിച്ചു, സമ്മു അവരെ പേര് വിളിച്ചു, നാദി ആ ക്ലബിനെ നുജൂമുൻ സർക്കാവും, ബ്ലൂ സ്റ്റാർസ് എന്ന് പേര് വിളിച്ചു. ദേ കോൾഡ് ദാറ്റ് ക്ലബ് ബ്ലൂ സ്റ്റാർസ്. അങ്ങനെ ഖത്തത്തു ലിൽ ഖിയാമി ബിനശാതാത്തിൻ മുതനവ്വിയത്തിൻ ലിൽ ഹിമായത്തിൽ മായി. അങ്ങനെ ഖത്തത്തു അവര് ഒരു പ്ലാൻ ചെയ്തു, പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാവുന്നു. ലിൽ ഖിയാമി ബിനശാതാത്തിൻ മുതനവ്വിയത്തിൻ, അങ്ങനെ വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് ഒക്കെ ടു ഡു. ലിൽ ഖിയാമി പറഞ്ഞാൽ നിർവഹിക്കാൻ, ടു ഡു അവർ, ലിൽ ഖിയാമി പറഞ്ഞാൽ നിർവഹിക്കാൻ, ബിനശാതാത്തിൻ ആക്ടിവിറ്റീസ്, മുതനവ്വിയത്തിൻ വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് നിർവഹിക്കാൻ അവർ പ്ലാൻ ചെയ്തു. ലി ഹിമായത്തിൽ മായി, വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വ്യത്യസ്തമായ ആക്ടിവിറ്റീസുകളൊക്കെ നിർവഹിക്കാൻ ഒരു പ്ലാൻ ചെയ്തു. കാനത്ത് ഹാദിൽ ഖുത്തത്തു ബിദായ താരീഖിൻ ജദീദത്തിൻ ലിൽ ഖറിയത്തി. കാനത്ത് ഹാദിൽ ഖുത്തത്ത്, ഈ പ്ലാൻ ആയിരുന്നു, ബിദായ താരീഖുൻ ജദീദിൻ ലിൽ ഖറിയത്തി, ആ ഗ്രാമത്തിലെ പുതിയ ഒരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. ബിദായ പറഞ്ഞാൽ തുടക്കമായിരുന്നു, താരീഖൻ ചരിത്രം, ജദീദ് പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു, ലിൽ ഖറിയത്തി ആ ഗ്രാമത്തിന്റെ ഒരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു ആ പ്ലാനിങ്ങുകളൊക്കെ. എന്താണ്, ദീസ് പ്ലാൻസ് വേർ ദി ബിഗിനിങ് ഓഫ് ദി ന്യൂ ഹിസ്റ്ററി ഫോർ ദി വില്ലേജ്. അപ്പോൾ ഈ നമ്മുടെ ഈ ചെറിയൊരു പാരഗ്രാഫിൽ എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിലെ ഒരു എന്താണ് ലാക്ക് ഓഫ് വാട്ടർ അല്ലേ, ഒരു വെള്ളത്തിന്റെ കുറവ് അവര് സഫർ ചെയ്തിരുന്നു, അവര് നേരിട്ടിരുന്നു. അങ്ങനെ അവരിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ അവരുടെ അധ്യാപകന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരൊരു ഫിർക്കത്ത് അല്ലേ, ഒരു ക്ലബ് ഉണ്ടാക്കിയിട്ട് അതിനൊരു പേര് കൊടുത്തു. എന്താണ്, നുജൂമുൻ സർക്കാവുൻ, നീല ബ്ലൂ സ്റ്റാർസ് എന്ന ഒരു പേരൊക്കെ കൊടുത്തിട്ട് ഒരു ഫിർക്കത്ത് ഉണ്ടാവും. എന്തിനാണേലും ഹിമായത്തിൽ മായി, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു നാദി, ഒരു ക്ലബ് ഉണ്ടാക്കുന്നില്ലേ. അങ്ങനെ അവര് കുറെ പ്ലാനിങ്ങളൊക്കെ ചെയ്തു, എന്തൊക്കെ വ്യത്യസ്ത ആക്ടിവിറ്റീസുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തിനേല് ഹിമായത്തിൽ മായി, അത് ഈ പ്ലാൻ ആയിരുന്നു അവരുടെ ഗ്രാമത്തിന്റെ പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു അല്ലേ. ദിസ് പ്ലാൻസ് വേർ ദി ബിഗിനിങ് ഓഫ് ദി ന്യൂ ഹിസ്റ്ററി ഫോർ ദി വില്ലേജ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഇനി 28ാമത്തെ പേജിലോട്ടൊന്ന് നോക്കാം. خططوا للقيام بنشاطات متنوعة للحفاظ على مياه في قريتهم. نتخيل النشاطات. خططوا للقيام بنشاطات متنوعة. خططوا പറഞ്ഞാൽ അവര് പ്ലാൻ ചെയ്തു. ലിൽ ഖിയാമി ബിനശാതാത്തിൻ മുതനവ്വിയത്തിൻ, വ്യത്യസ്തമായ ആക്ടിവിറ്റീസുകൾ നിർവഹിക്കാൻ അവര് പ്ലാൻ ചെയ്തു. ലിൽ ഹിഫാലി അലാ മിയാഹി, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫി ഖറിയത്തിഹിം, അവരുടെ ഗ്രാമത്തിലെ, അവരുടെ ആ വില്ലേജിലെ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ ആക്ടിവിറ്റീസുകൾ അവര് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ നത്തഹയ്യലു നശാത്താത്ത്, ആ ആക്ടിവിറ്റീസുകളൊക്കെ നമുക്കൊന്ന് ഭാവനയിൽ കണ്ടാലോ. നത്തഹയ്യലു പറഞ്ഞാൽ നമുക്ക് ഭാവനയിൽ നമുക്കുണ്ടാക്കി നോക്കാം. നശാത്താത്ത് അവരുടെ ആക്ടിവിറ്റീസുകളൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ 2 പോസ്റ്റർ കാണുന്നുണ്ട് അല്ലേ. എന്താണ്, ഒന്ന് വെള്ളത്തെ ഒരു മുൽസക്ക്, ഒരു പോസ്റ്റർ, നമുക്ക് ഒരു നോട്ടീസ്. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും അവരുടെ ആക്ടിവിറ്റീസുകളിൽ, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? ആദ്യമായിട്ട് അവർ ഒരു നോട്ടീസൊക്കെ അടിച്ചിറക്കും അല്ലേ. നമ്മളിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യല് അതിനെക്കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കും. പിന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നോട്ടീസ് ആദ്യം അടിച്ചിറക്കൂലേ. അപ്പൊ നോക്കൂ, ഒരു മോഡൽ താഴെ കാണുന്നുണ്ട്, ഒരു മുൽസക്കിന്റെ ഒരു മോഡൽ, ഒരു നോട്ടീസിന്റെ ഒരു മോഡൽ കാണുന്നുണ്ട്.
ലാനുലിയോ ഖത്രത്തുൽ മാ, വെള്ളത്തുള്ളികൾ പായാക്കി കളയരുത് എന്നുള്ള ഒരു മുൽസക്ക്, ഒരു നോട്ടീസിൻ്റെ ഒരു രൂപം കാണുന്നുണ്ട്. അതുപോലെ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന ഫോട്ടോ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇവര് പല പ്രവർത്തനങ്ങളും നഷാത്താത്തും മുത്തനവ്വിയാത്തും അവര് പ്ലാൻ ചെയ്തുല്ലേ. അപ്പോൾ നമുക്ക് അവരെന്തൊക്കെയായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? നമുക്കൊന്ന് താഴെ കൊടുത്ത പോയിന്റ്സ് ഒന്ന് ഫില്ല് ചെയ്യാം. എന്തൊക്കെ ഹത്തത്തു നഷാത്താത്തു മുത്തനവ്വിയാത്ത് അവർ പ്ലാൻ ചെയ്ത നോട്ടീസ്, അവർ പ്ലാൻ ചെയ്ത നഷാത്താത്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയെന്ന് നമുക്ക് താഴെയുള്ള ആ ഡോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കി. അപ്പോൾ അവര് ഫസ്റ്റ് ഡോട്ടിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? യുഇദ്ദൂന മുൽസഖാത്തുൻ, അവര് നോട്ടീസുകൾ തയ്യാറാക്കുന്നു അല്ലെ. യുഇദ്ദൂന അവര് തയ്യാറാക്കുന്നു, മുൽസഖാത്തുൻ നോട്ടീസുകൾ, മുൽസഖുൻ ജമ മുൽസഖ നോട്ടീസുകൾ തയ്യാറാക്കുന്നു. പിന്നെ അതുപോലെ അവരെന്തൊക്കെ തയ്യാറാക്കും? അങ്ങനെ പ്ലക്കാർഡുകൾ, അങ്ങനത്തെ പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കുന്നു. അങ്ങനെ ഇതാ യുഇദ്ദൂന ലാഇഹാത്തു അല്ലെ. യുഇദ്ദൂന അവര് തയ്യാറാക്കുന്നു അല്ലാഇഹാത്തു, അങ്ങനത്തെ കാർഡുകൾ, നോട്ടീസ് പോലെ പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കുന്നു, പ്ലക്കാർഡുകൾ തയ്യാറാക്കുന്നു. പിന്നെ എന്തൊക്കെ എഴുതാം? ഇർഫൗന നഷറാത്തു, അതും എന്താണ് ബുള്ളറ്റിൻസ് എന്നൊക്കെ പറയില്ലേ നമ്മള്, ബോധവൽക്കരണ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ബുള്ളറ്റിൻസ്, അങ്ങനെ ഇർഫൗന നഷറാത്തു എന്നെഴുതാം. പിന്നെ അടുത്തത് എന്തെഴുതാം? യുനല്ലിമൂന അൽ ഹമലാത്തു ലിഹിഫാളിൽ മായി എന്നെഴുതാം. യുനല്ലിമൂന അവര് എന്താണ്, യുനല്ലിമൂന അൽ ഹമലാത്തു അവർ ക്യാമ്പയിനിങ് ഒക്കെ ഉണ്ടാക്കുന്നു അല്ലെ. ലിഹിഫാളിൽ മായി വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹമലാത്ത് പറഞ്ഞാൽ ക്യാമ്പയിൻസ്. പിന്നെ വേറെ എന്തൊക്കെ എഴുതാം? ഇർഫൗന ഹുത്താഫാത്ത്, ഹുത്താഫാത്ത് പറഞ്ഞാൽ പ്രകടനങ്ങൾ, നമ്മൾ ജാഥൊക്കെ പോവില്ലേ, അതുപോലെ പ്രകടനം നടത്തുന്നതിനാണ് ഹുത്താഫാത്ത്. അപ്പൊ ഇർഫൗനൽ ഹുത്താഫാത്ത് എഴുതാം. പിന്നെ എന്തൊക്കെ എഴുതാം? ഹമലാത്തു റിസായില് വാട്സാപ്പ് അല്ലേ. ഹമലാത്ത് ഒരു ക്യാമ്പയിൻ ഒക്കെ തയ്യാറാക്കാം. ഹമലാത്തു ബി റിസായില് വാട്സപ്പ്, വാട്സപ്പ് മെസ്സേജുകളിലൂടെ നമുക്ക് അങ്ങനെ ക്യാമ്പയിനുകളൊക്കെ ഉണ്ടാക്കിക്കൂടെ എന്നെഴുതാം. പിന്നെ യുനല്ലിമൂന എന്തൊക്കെ മജാലിസും തൗഇയ, ബോധവൽക്കരണ ക്ലാസുകൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവര് അല്ലേ ഉണ്ടാക്കുന്നു. എന്താണ് നഷാത്താത്ത് മുത്തനവ്വിയ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇനി അറിയാവുന്ന മറ്റു പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയെന്ന്, ഒരു വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നിങ്ങൾ തയ്യാറാക്കും, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ എന്താണ് മജാലിസും തൗഇയ മറ്റു ആക്ടിവിറ്റീസുകൾ, പിന്നെ നഷാത്താത്ത് മുത്തനവ്വിയത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഞാൻ ഏകദേശം ചെറിയൊരു മോഡൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ടൊന്ന് പോവാം. മാ മുറൂറിൽ അയ്യാം അസ്ബഹൻ നാദി നുജൂം സർക്കാ മിസാലും ഫി തൗഇയ. മാ മുറൂറിൽ അയ്യാം, അങ്ങനെ എ ഡേയ്സ് പാസ്ഡ്, കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയപ്പോൾ. മാ മുറൂറി അയ്യാമി എ ഡേയ്സ് പാസ്ഡ്, കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയപ്പോൾ. അസ്ബഹൻ നാദി നുജൂം സർക്കാ, നമ്മുടെ ആ ക്ലബായ എന്താണ് ബ്ലൂ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബ്ബ് ആയിത്തീർന്നു. മിസാലം ഫി തൗഇയത്തി, ബോധവൽക്കരണത്തിൽ ഒരു മോഡലായി മാറി. എന്താണ് ദ ബ്ലൂ സ്റ്റാർസ് ക്ലബ്ബ് എന്താണ് ബിക്കേം എക്സാമ്പിൾ ഓഫ് അവയർനെസ് അല്ലേ. അപ്പോൾ ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു മോഡലായി തീർന്നു അല്ലെ. വദാലിക ബിതഖ്നിയത്തിൻ ജദീദത്തിൻ ഫി മജാലി സിറാത്തി വൽ ഹിഫാലി അലാ മവാരിദിൽ മിയാഹ്. വദാലിക അതായിരുന്നു, ബിതഖ്നിയത്തിൻ ജദീദത്തി അവരുടെ ഒരു ന്യൂ ടെക്നിക് ആയിരുന്നു. ബിതഖ്നിയ പറഞ്ഞാല് ടെക്നിക് ആയിരുന്നു അവരുടെ. ബിജദീദത്തിൻ, ജദീദ പറഞ്ഞാല് ന്യൂ, പുതിയ അവരിലെ ഒരു ടെക്നിക്കായിരുന്നു. ഫി മജാലി സിറാത്തി, കൃഷി മേഖലകളിലെ അവരുടെ ഒരു പുതിയൊരു ടെക്നിക്ക് എന്താ അവർ പ്രയോഗിച്ച? മജാലി സിറാത്തി പറഞ്ഞാല് അഗ്രികൾച്ചർ ഫീൽഡ്,
വൽ ഹിഫാദ് അലാ മവാരിദിൽ മിയാഹ്, വെള്ളത്തിന്റെ ഉറവിടങ്ങളൊക്കെ സംരക്ഷിക്കുക. അതായിരുന്നു അവരുടെ കൃഷിയിലെ അഗ്രികൾച്ചർ ഫീൽഡിൽ അവർ ചെയ്ത ഒരു പുതിയൊരു ടെക്നിക്ക്. എന്ന് വെച്ചാൽ അൽ ഹിഫാദു അല മവാരിദിൽ മിയാഹ്. മവാരിദിൽ മിയാഹ് പറഞ്ഞാൽ മൗരിദും ജമ്മ് മവാരിദ് അല്ലെ. മൗരിദ് പറഞ്ഞാല് സോഴ്സുകൾ, മിയാഹ് വെള്ളത്തിന്റെ സോഴ്സുകൾ, ഹിഫാദ് പറഞ്ഞാല് സംരക്ഷിക്കുക. അപ്പോൾ എന്താണ് അവരുടെ ഒരു പുതിയൊരു ടെക്നിക്കായിരുന്നു, അഗ്രികൾച്ചർ ഫീൽഡിലുള്ള അവരുടെ പുതിയൊരു ടെക്നിക്കായിരുന്നു വെള്ളത്തിന്റെ ഉറവിടങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത്. മിസ്ല അതുപോലെ അൽ ആബാറു വൽ അൻഹാറു വൽ ജദാവിലു വൽ ബിറക്കു വൽ ഒയൂനു വൽ ബിഹാറു വൈരിഹ. അതുപോലെ എന്തൊക്കെ സംരക്ഷിക്കുക? ആബാറ്, ബിറും ജമ്മ് ആബാറ് പറഞ്ഞാൽ കിണറുകളൊക്കെ സംരക്ഷിക്കുക. വൽ അൻഹാറ് പുഴകള്, നെഹ്റുൻ ജമ്മ് അൻഹാറ് പുഴകള് സംരക്ഷിക്കുക. പിന്നെ അതുപോലെ വൽ ജദാവില്, ജദുബലും ജമ്മ് ജദാവില് തോടുകൾ സംരക്ഷിക്കുക. അതുപോലെ ബിറക്ക്, ബിറക്ക് പറഞ്ഞാല് ബിർക്കത്തും ജമ്മ് ബിറക്ക് കേട്ടോ. ബിർക്കത്ത് പറഞ്ഞാല് എന്താ? തടാകങ്ങളൊക്കെ സംരക്ഷിക്കുക, തടാകങ്ങള്. വൽ ഒയൂന് അരുവികൾ, അയിനും ജമ്മ് ഒയൂന് അരുവികൾ. പിന്നെ അതുപോലെ വൽ ബിഹാറു, ബിഹാർ പറഞ്ഞാല് കടലുകൾ, ബഹ്റുൻ ജമ്മ് ബിഹാർ. വഗൈരിയ അതുപോലെ എന്ന് വെച്ചാല് വെള്ളത്തിന്റെ ഉറവിടങ്ങളൊക്കെ സംരക്ഷിക്കുക. അതായിരുന്നു അവരുടെ ഒരു ന്യൂ ടെക്നിക്ക്. അപ്പൊ എന്തൊക്കെ വെച്ചാൽ മനസ്സിലായില്ലേ? കിണറുകള്, പുഴകള്, തോടുകള്, അതുപോലെ തടാകങ്ങള്, അരുവികള്, കടലുകൾ, അതൊക്കെ സംരക്ഷിക്കുക. അതായിരുന്നു അവരുടെ ഒരു പ്ലാന്. അങ്ങനെ തറഫുൽ ആലമു ബിഹാദിഹിൻ നശാതാത്തിൻ മിസാലിയ ലിന്നാദി നുജൂം സർക്കാ. തറഫുൽ ആലമു, അങ്ങനെ ലോകം അറിയപ്പെടാൻ തുടങ്ങി. തറഫ് പറഞ്ഞാല് അംഗീകരിച്ചു അല്ലെ, ലോകം അംഗീകരിച്ചു. അൽ ആലം ലോകം അംഗീകരിച്ചു. ബിഹാദിഹിൻ നശാത്താത്ത്, ഈ ആക്ടിവിറ്റീസുകൾ, അവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ലോകം അംഗീകരിച്ചു. അൽ മിസാലിയ, അവരുടെ എന്താണ്, അവരുടെ മാതൃകാപരമായ ഈ ആക്ടിവിറ്റീസുകളൊക്കെ ലിന്നാദി നുജൂം സർക്ക, ബ്ലൂ സ്റ്റാർസിന്റെ എന്ന ക്ലബിന്റെ, നാദി പറഞ്ഞാല് ക്ലബിലെ, ബ്ലൂ സ്റ്റാർസ് എന്ന ആ ക്ലബിന്റെ എന്താണ് ആക്ടിവിറ്റീസുകൾ, മാതൃകാപരമായ ആക്ടിവിറ്റീസുകളൊക്കെ ലോകം അംഗീകരിക്കാൻ തുടങ്ങി. فإن مشاركة في الحفاظ على المياه والبيئة والمسؤوليتنا لصالح أجيال القادمة. فإن مشاركة പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫിൽ ഹിഫാദി അലൽ മിയായി വെള്ളം സംരക്ഷിക്കുന്നതിന്, വൽ ബിയ അതുപോലെ എൻവിറോൺമെന്റിലെ നമ്മുടെ പ്രകൃതിയെയും വെള്ളവും ഒക്കെ സംരക്ഷിക്കുക എന്ന അതില് അങ്ങനത്തെ പ്രവർത്തനങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് നമ്മൾക്ക് മസ്ഊലിയത്തുന, അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലെ, നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത് അല്ലെ. ലി സ്വാലിഹി അജിയാലിൽ ഖാദിമ, വരുന്ന തലമുറയുടെ നന്മക്ക് വേണ്ടി. ലി സ്വാലിഹി പറഞ്ഞാല് നന്മക്ക് വേണ്ടി. അല്ല അജിയാല്, ജീലും ജമ്മ് അജിയാല് തലമുറ, അൽ ഖാദിമ വരുന്ന, ഭാവിയിൽ ഇനി വരുന്ന തലമുറയുടെ നന്മക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്താണ് വെള്ളവും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നത്. അതിൽ അങ്ങനത്തെ പ്രവർത്തനങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. Participating in preserving water and the environment is our responsibility for the benefits of future generations അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ പാരഗ്രാഫിൽ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. കുറെ ജമ്മുകളൊക്കെ വന്നില്ലേ, എന്താണ് ആബാറ്, അൻഹാറ്, ജദാവില്, ബിറക്ക്, ഒയൂന്, ബിഹാറ്, അതുപോലെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് എല്ലാവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിൻ്റെ മുഫ്രദും ജമ്മും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക. അപ്പോൾ ബാക്കി ഭാഗം ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.